Hi all, today we will discuss about Ospf and BGP. First one is Ospf, Open Shortest Path First, the Interior Gateway Routing Protocol. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ, അതായത് ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോൾ, അഡ്രസ് റിസൊല്യൂഷൻ പ്രോട്ടോക്കോൾ, റിവേഴ്സ് അഡ്രസ് റിസൊല്യൂഷൻ പ്രോട്ടോക്കോൾ, ഇതെല്ലാമായിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് റൗട്ടിംഗ് പ്രോട്ടോക്കോളാണ്. ഓക്കെ, നമ്മൾ ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിംഗ് അൽഗോരിതം പറഞ്ഞ സമയത്ത് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പൺ ഷോർട്ടസ്റ്റ് പാത്ത് ഫസ്റ്റ് ആൻഡ് BGP ഒക്കെ. ഓക്കെ, സോ the internet is made up of large number of autonomous system. ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഓട്ടോണോമസ് സിസ്റ്റത്തിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താണ് കുറേ വലിയ നെറ്റ്വർക്കൊക്കെ ചെറിയ ചെറിയ പാർട്ടുകളാക്കി മാറ്റുക. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ എന്താണ് കുറേ റൗട്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതാണ് ഓട്ടോണോമസ് സിസ്റ്റം എന്ന് പറയുന്നത്. Each autonomous system is operated by different organization and can be used its own routing algorithm inside. Okay, അപ്പോൾ ഓരോ ഓട്ടോണോമസ് സിസ്റ്റവും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ് ആണ്. ഓരോ ഓർഗനൈസേഷൻസിനും അതായത് ലാൻ വഴി കണക്ട് ചെയ്ത ശേഷം അത് എന്താണ് വാനിലേക്ക് കണക്ട് ചെയ്യാം, അതാണ് പറയുന്നത്. ഓക്കെ, ഈച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ഇപ്പോൾ നമ്മളുടെ എന്താ പറയുക കോളേജിലുള്ള ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു സെറ്റ് ഓഫ് എന്താണ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അത് ലാൻ വഴി കണക്ട് ചെയ്തിരിക്കുന്നു വാനിലേക്ക്. ദെൻ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ എന്താണ് കുറേ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അത് ലാൻ വഴി കണക്ട് ചെയ്തിരിക്കുകയാണ്. അത് ദെൻ എന്താണ് ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓക്കെ, അങ്ങനെ അതൊക്കെയാണ് ഓരോ ഓട്ടോണോമസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഈച്ച് ഓട്ടോണോമസ് സിസ്റ്റം ഈസ് ഓപ്പറേറ്റഡ് ബൈ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ ആൻഡ് ക്യാൻ ബി യൂസ് ഇറ്റ്സ് ഓൺ റൗട്ടിംഗ് അൽഗോരിതം. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരു ഓർഗനൈസേഷനായി കണക്കാക്കുക, ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനായി കണക്കാക്കുക. അങ്ങനെ ഒരു എക്സാമ്പിൾ വെച്ച് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. Then for example, the internet network of companies, അപ്പോൾ XYZ എന്ന് പറഞ്ഞിട്ട് 3 കമ്പനീസ് ഉണ്ട്. ആൻഡ് ആർ യൂഷ്വലി സീൻ ആസ് 3 ഓട്ടോണോമസ് സിസ്റ്റം. അപ്പോൾ ഈ 3 കമ്പനീസും എന്താണ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഓട്ടോണോമസ് സിസ്റ്റമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇഫ് ഓൾ 3 ആർ ഓൺ ദി ഇൻ്റർനെറ്റ്. ഓക്കെ, അപ്പം ഓരോ X എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ്റെ, ദെൻ Y എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ, ദെൻ Z എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻ. അപ്പം ഇതിൽ കുറേ സിസ്റ്റംസ് ഉണ്ടായിരിക്കും, കുറേ റൗട്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇതേപോലെ തന്നെ Yയിൽ ഉണ്ടായിരിക്കും കുറേ സിസ്റ്റംസും റൗട്ടേഴ്സും ഒക്കെ ഉണ്ടായിരിക്കും. ഇതിലും കുറേ ഉണ്ടായിരിക്കും എന്നാണ് റൗട്ടേഴ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതെല്ലാം എന്ത് ചെയ്തിരിക്കുന്നുണ്ട്, ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഓട്ടോണോമസ് സിസ്റ്റമാണ്. X എന്ന് പറയുന്ന ഓട്ടോണോമസ് സിസ്റ്റമാണ്, Z എന്ന് പറയുന്നത് ഓട്ടോണോമസ് സിസ്റ്റമാണ്. ഓക്കെ, ഓൾ 3 മേ യൂസ് ഡിഫറെൻറ്റ് റൗട്ടിംഗ് അൽഗോരിതംസ്. അപ്പോൾ ഈ ഓരോ ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അൽഗോരിതംസ് ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കില്ല. നെവർത്ത്ലെസ് ഹാവിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പം പക്ഷേ എന്താണ് സ്റ്റാൻഡേർഡ്സ്, അതായത് ഓപ്പൺ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും. എന്താ ഈവൻ ഫോർ ഇൻറ്റേർണൽ റൗട്ടിംഗ്. ഓക്കെ, simplifies the implementation at the boundaries between autonomous and allows reuse of code. ഓക്കെ, അതായത് ഇപ്പോൾ ഇതെല്ലാം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ്, ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും, ഒരു ഓപ്പൺ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡ് വെച്ചപ്പോൾ റൗട്ടിങ്ങിൽ എന്താണ് ആ ഒരു ഓർഗനൈസേഷനിൽ ഏത് അൽഗോരിതവും യൂസ് ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്താണ് ഈ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അത് കോമണിലേക്ക് കൺവേർട്ട് ചെയ്തോളും. അങ്ങനെ എന്താണ് ഈ ഓട്ടോണോമസ് സിസ്റ്റങ്ങൾ തമ്മിലുള്ള എന്താണ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇൻ ദിസ് സെക്ഷൻ വി വിൽ സ്റ്റഡി റൗട്ടിംഗ് വിത്തിൻ ഓട്ടോണോമസ് സിസ്റ്റം. ഓക്കെ, അപ്പം ഇതിൽ ഈ ഒരു സെഷനിൽ, അതായത് ഇൻറ്റീരിയർ ഗേറ്റ്വേ റൗട്ടിംഗ് അൽഗോരിതത്തിൽ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ദിസ് ഓട്ടോണോമസ് സിസ്റ്റം. ഈ ഒരു ഓട്ടോണോമസ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്.
looking at the routing between autonomous system, a routing algorithm within an autonomous system is called what? Interior gateway routing algorithm. Okay, a routing algorithm within an autonomous system. Okay, ഒരു autonomous സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള ആ റൗട്ടിംഗ് അൽഗോരിതത്തിൻ്റെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻറ്റീരിയർ, വിത്തിൻ, അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഓട്ടോണോമസ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു യൂസ് ചെയ്യുന്ന റൗട്ടിംഗ് അൽഗോരിതം. ആൻ അൽഗോരിതം ഫോർ റൗട്ടിംഗ് ബിറ്റ്വീൻ ഓട്ടോണമസ് സിസ്റ്റം ഈസ് കോൾഡ് എക്സ്റ്റീരിയർ ഗേറ്റ്വേ റൗട്ടിംഗ് പ്രോട്ടോകോൾ. ഓക്കെ. ദെൻ എന്താണ് an algorithm routing an algorithm for routing between autonomous system? ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടോണമസ് സിസ്റ്റം ഉണ്ട്, വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടോണമസ് സിസ്റ്റം ഉണ്ട്. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേറ്റിനെ നമ്മൾ എക്സ്റ്റീരിയർ എന്ന് പറയും. ഓക്കെ, എക്സും വൈയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് എക്സ്റ്റീരിയർ എന്ന് പറയും. വൈൻ്റെ ഉള്ളിൽ തന്നെയാണ് അല്ലെങ്കിൽ എക്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതിനെ നമ്മൾ ഇൻറ്റീരിയർ എന്ന് പറയും. ഓക്കെ. The original interior gateway protocol was distance vector protocol. അതായത് റൗട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോക്കോൾ നമ്മൾ പഠിച്ചതാണ്. ബേസ്ഡ് ഓൺ എന്താണ്? ബെൽമാൻഫോർഡ് അൽഗോരിതം ആണ്, ഇൻഹെറിറ്റഡ് ഫ്രം ആർപാനെറ്റ്. ഓക്കെ, അത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് റൗട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോക്കോളൊക്കെ. പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ നെറ്റ്വർക്കിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു സ്മോൾ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൗട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോക്കോൾ എക്സലൻ്റ് ആയിട്ട് വർക്ക് ആവുക. ബട്ട് ഓട്ടോണോമസ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ അതത്ര വെൽ സൂട്ടല്ല. ഓക്കെ, ഇറ്റ് ഓൾസോ സഫേർഡ് ഫ്രം, നമ്മൾ അറിയാം റൗട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോക്കോളിൽ കൗണ്ടിങ് ടു ഇൻഫിനിറ്റി പ്രോബ്ലം ഉണ്ട്. And generally slow convergence, so it was replaced link state protocol in 1979. Okay, അത് ലിങ്ക് സ്റ്റേറ്റ് പ്രോട്ടോക്കോളായിട്ട് പിന്നെ യൂസ് ചെയ്യാൻ റൗട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോക്കോളിന് പകരം ലിങ്ക് സ്റ്റേറ്റ് പ്രോട്ടോക്കോൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, so in 1988 the Internet Engineering Task Force began work on successor called what? ഓപ്പൺ ഷോർട്ടസ്റ്റ് പാത്ത് ഫസ്റ്റ്. അപ്പോൾ റൗട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോക്കോളിന് ശേഷം വന്ന എന്താണ്? ഓപ്പൺ ഷോർട്ടസ്റ്റ് പാത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലാർജ് നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ഓട്ടോണോമസ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യാനാണ്. ബിക്കം എ സ്റ്റാൻഡേർഡ് ഇൻ 1990. ഓക്കെ, അപ്പോൾ ഒരു ഏകദേശം ഒരു 1990 തൊട്ടിട്ട് ഓപ്പൺ ഷോർട്ടസ്റ്റ് പാത്ത് ഫസ്റ്റ് പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. Most router vendor now support it and it has become the main interior gateway protocol. Below we will give a sketch of how Ospf work. അതായത് എങ്ങനെയാണ് നമ്മൾ OSPF വർക്ക് ചെയ്യുക എന്നുള്ളത് താഴെ ഒരു പിക്ചർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കാം. ഫോർ ദി ദെൻ RFC 2328 അതിലാണ് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. Given the long experience with other routing protocols, the group designing the new protocol had a long list of requirements that had to be met first. The algorithm had to be published in open. Okay, then ഇതെന്താണ്? ഈ അൽഗോരിതം ഓപ്പൺ ലിറ്ററേച്ചറിൽ ഉള്ളതാണ്. സോ ഹെൻസ് ഓ എന്ന് പറയുന്നത് ഓപ്പൺ. ഓക്കെ, എല്ലാവർക്കും പൊതുവായിട്ട് പബ്ലിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഓപ്പൺ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ഓപ്പൺ. Then a proprietary solution owned by one company would not do. അതായത് ഇപ്പം ഒരു പ്രൈവറ്റ് കമ്പനീൻ്റെ ഉള്ളിൽ മാത്രമുള്ളതിന് എന്താണ് ഈ ഓപ്പൺ ഷോർട്ടസ്റ്റ് പാത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ സൊല്യൂഷന് വേണ്ടിയിട്ട്, ഒരു പ്രൊപ്രൈറ്ററി സൊല്യൂഷന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഓപ്പൺ ആണ്, പബ്ലിക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ്. സെക്കൻഡ്, ദി ന്യൂ പ്രോട്ടോക്കോൾ ഹാഡ് എ സപ്പോർട്ട് ടു വെറൈറ്റി ഓഫ് ഡിസ്റ്റൻസ് മെട്രിക്സ്. അപ്പോൾ ഈ പ്രോട്ടോക്കോൾ കുറേ മെട്രിക്സ് നമുക്കറിയാം എന്താണ്, രണ്ട് ഹോപ്സ് തമ്മിലുള്ള ഒന്ന് ഡിസ്റ്റൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഡിലേ ആയിരിക്കാം ഓക്കെ വരുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക, ന്യൂ പ്രോട്ടോക്കോൾ ഹാഡ് സപ്പോർട്ട് ടു വെറൈറ്റി ഓഫ് ഡിസ്റ്റൻസ് മെട്രിക്സ്. അപ്പോൾ ഇതിൽ കുറേ മെട്രിക്സ് വെച്ചിട്ട് ഇതിന് കാൽക്കുലേഷൻ പോസിബിളാണ്, ഇൻക്ലൂഡിങ് ഡിസ്റ്റൻസ്, ഡിലേ ആൻഡ് സോ ഓൺ. തേർഡ്, ഇറ്റ് ഹാഡ് ടു ബി ഡൈനാമിക് അൽഗോരിതം. അപ്പം നമ്മൾ പറഞ്ഞതാണ് എന്താണ് ഡൈനാമിക് അൽഗോരിതം എന്നൊക്കെ ഉള്ളത്. എന്താണ്, സ്റ്റാറ്റിക് ആവുന്ന സമയത്ത്
എന്താണ് അതിലൊരു ചേഞ്ചും വരുന്നില്ല. അത് ആസ് യൂഷ്വൽ ഇപ്പോൾ ട്രാഫിക് വന്നാലും സെയിം തന്നെയാണ് പാത്ത് യൂസ് ചെയ്യുന്നത്. ഡൈനാമിക് അൽഗോരിതം ആക്കാവുന്ന സമയത്ത് എന്താണ് ട്രാഫിക് വരുന്നതിനനുസരിച്ചിട്ട് അതിൽ ചേഞ്ചസ് വരുത്തും, പാത്തിലൊക്കെ ചേഞ്ചസ് വരുത്തും. അതാണ് ഡൈനാമിക് അൽഗോരിതം. One that adapted to change in the topology automatically and quickly. Fourth and new for OSPF, it had to support routing based on type of service. അപ്പോൾ അതിലൊരു ടൈപ്പ് ഓഫ് സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽഡ് ഉണ്ട്. അപ്പോൾ ട്രാഫിക് റിയൽ ടൈം ട്രാഫിക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോഴുള്ള എന്താ പറയുക സിസ്റ്റം ഒന്നും അത് യൂസ് ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു TCPയിൽ നെറ്റ്വർക്ക് ലെയർ ട്രാൻസ്പോർട്ട് ലെയറിൽ വെച്ചിട്ട് കുറേ ട്രാഫിക്കൊക്കെ തന്നെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോൾ ഉള്ളത് ആരും എന്താ പറയുക ഈ ഒരു ഫീൽഡ് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ടത് ഒഴിവാക്കിയിട്ടുണ്ട്. ഫിഫ്ത്ത് ആൻഡ് റിലേറ്റഡ് the above, the new protocol had to do load balancing. ഓക്കെ, അപ്പോൾ അതായത് ഈ ഒരു ട്രാഫിക് നമ്മൾ പറഞ്ഞല്ലോ, അത് അപ്പോൾ ആ ഒരു അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള വേറെ ഒന്നാണ് എന്ത് ലോഡ് ബാലൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മൊത്തമായിട്ട് ലോഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡിഫറെൻറ്റ് ലൈൻസിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. സ്പ്ലിറ്റിംഗ് ദി ലോഡ് ഓവർ മൾട്ടിപ്പിൾ ലൈൻസ്. മോസ്റ്റ് പ്രീവിയസ് പ്രോട്ടോകോൾ സെൻഡ് ഓൾ പാക്കറ്റ്സ് ഓവർ ദി ബെസ്റ്റ് റൂട്ട്. ഓക്കെ, അപ്പം ഇതുവരെയുള്ള എല്ലാ പ്രോട്ടോക്കോളും എന്താണ് ബെസ്റ്റ് റൂട്ടിൽ കൂടെ ആണ് എന്ത് ചെയ്യുക പാക്കറ്റ് സെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എന്താണ് ഈ ഇപ്പോൾ ഒരു ലോഡ് വന്നു കഴിഞ്ഞാൽ അത് മൾട്ടിപ്പിൾ ലൈൻസിൽ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ബെറ്റർ പെർഫോമൻസ് കിട്ടും. സിക്സ്ത് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ഫോർ ഹൈറാർക്കിക്കൽ സിസ്റ്റം വാസ് നീഡഡ്. ഓക്കെ, ഹൈറാർക്കിക്കൽ സിസ്റ്റം എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. By 1988, the internet had expected to know the entire topology. They grown so large that no routing could be. New routing protocol had to be designed so that no router would have to. അതായത് 98-ലൊക്കെ എല്ലാ ഇൻഫോർമേഷനും ആ ടോപ്പോളജി മൊത്തം അറിയണമായിരുന്നു. പക്ഷേ ഒരു എന്താ പറയുക ഈ ഇൻ്റർനെറ്റ് വലുതാവുന്നതിനനുസരിച്ചിട്ട് എന്താണ് അത് അങ്ങനെ മൊത്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, സം സെക്യൂരിറ്റി വാസ് റിക്വയർഡ് ടു പ്രിവെൻറ്റ്, അതായത് സ്പൂഫിംഗ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി ആവശ്യമായിട്ടുണ്ടായിരുന്നു. ഫൈനലി പ്രൊവിഷൻ വാസ് നീഡഡ് ഫോർ ഡീലിംഗ് വിത്ത് റൗട്ടേഴ്സ് ദാറ്റ് വർ കണക്റ്റഡ് ടു ഇൻ്റർനെറ്റ് വയ എ ടണൽ. ഓക്കെ, ഇതൊന്നും എന്താ പ്രീവിയസ് പ്രോട്ടോകോൾസ് ഇതൊന്നും ഹാൻഡിൽ ചെയ്തിരുന്നില്ല. സോ OSPF സപ്പോർട്ട് 3 kinds ഓഫ് കണക്ഷൻസ് ആൻഡ് നെറ്റ്വർക്ക്സ്. അപ്പം OSPF പറയുന്നത് എന്താണ് പോയിൻറ്റ് ടു പോയിൻറ്റ് ലൈൻ, അതായത് 2 എണ്ണം മാത്രം, എക്സാക്ട്ലി 2 റൗട്ടേഴ്സ് ഇത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ദെൻ മൾട്ടി ആക്സസ് നെറ്റ്വർക്ക്, അതായത് മൾട്ടി ആക്സസ് മീൻസ് മോർ ദാൻ 1 റൗട്ടേഴ്സ് വെച്ചിട്ടുള്ള, വിത്ത് ബ്രോഡ്കാസ്റ്റിങ്ങും ആൻഡ് വിത്തൗട്ട് ബ്രോഡ്കാസ്റ്റിങ്ങും. Okay, a multi-access network is one that can have multiple routers on it, each of which can directly communicate with all other routers. All LAN and WAN have a property. അതായത് ഇപ്പം നമ്മൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇതൊരു ഗ്രാഫിക്കൽ, ഇപ്പോൾ നമ്മളുടെ ഈ ഒരു നെറ്റ്വർക്കിനെ അല്ലെങ്കിൽ ഒരു സബ്നെറ്റിനെ എന്താക്കി മാറ്റുന്നുണ്ട്, അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ABC എന്ന് പറയുന്ന 3 റൗട്ടേഴ്സ് ഉണ്ട്. അത് ലാൻ വഴി കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ലാൻ ഉണ്ടല്ലോ, ഈ ലാനിനെ അതൊരു നോഡാക്കിയിട്ട് ഗ്രാഫിക്കൽ റെപ്രസെൻ്റ് ചെയ്യുമ്പം അതിനൊരു നോഡാക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ABC എന്ന് പറഞ്ഞിട്ടുള്ള റൗട്ടേഴ്സ് ലാനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ABC എന്ന് പറയുന്നത് ലാനിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരുന്ന സമയത്ത് അത് ലാൻ ആയിക്കോട്ടെ വാൻ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അതിനൊക്കെ ഒരു നോഡായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ L1 എന്ന് പറയുന്നത് ഇവിടെ ലാൻ ആണ്, അതിനൊരു നോഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ദെൻ അടുത്തത് ഇതെല്ലാം എന്താണ് ഒരു വാനിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ വാനിലേക്ക് കണക്ട് ചെയ്തിരിക്കുമ്പോൾ ആ വാനിനെ ഒരു നോഡാക്കിയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ OSPFൽ ഇങ്ങനെ ഒരു ഷോർട്ടസ്റ്റ്
ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മളുടെ നെറ്റ്വർക്കിനെ എടുത്തിട്ട് എന്താക്കി മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയാം നമ്മളുടെ ഇതൊരു ഓട്ടോണോമസ് സിസ്റ്റമാണ്. ഈ ഒരു ഓട്ടോണോമസ് സിസ്റ്റത്തിനെ എന്താക്കി മാറ്റുന്നുണ്ട്, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് ആക്കി മാറ്റുന്നുണ്ട്. ദെൻ അതിൻ്റെ വെയിറ്റേജ് മീൻസ് എന്താണ്, അതിൻ്റെ എത്ര ഹോപ്സ് കവർ ചെയ്യുന്നുണ്ട്, അതിലേക്ക് എത്തുന്ന ഡിലേ എത്രയാണ്, ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് ആ ഒരു മെട്രിക്, ആ ഒരു റെപ്രസെൻറ്റേഷനും എടുക്കുന്നുണ്ട്. എന്തിനാണ്, ഷോർട്ടസ്റ്റ് പാത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. So, Ospf operates by abstracting the collection of actual networks routers and line into a direct graph in which each arc is assigned a cost. Okay, അപ്പോൾ മനസ്സിലായല്ലോ. ഒരു കോസ്റ്റ് ഇതാണ്, ഇതാണ് ആർക്ക് എന്ന് പറയുന്നത്. ഇതിനിപ്പം 10 എന്ന് പറയുന്നതാണ് എന്താ, അതിൻ്റെ കോസ്റ്റ്. ഓക്കെ, 12 എന്ന് പറയുന്നത് കോസ്റ്റ്. ഇതാണ് ആർക്ക് എന്ന് പറയുന്നത് ആ ഗ്രാഫിൻ്റെ. കോസ്റ്റ് എന്ന് പറയുന്നത് ഒന്നിക്കൽ ഡിസ്റ്റേ അല്ലെങ്കിൽ ഡിലേ എക്സെട്ര. ഇറ്റ് ദെൻ കമ്പ്യൂട്ട്സ് ദി ഷോർട്ടസ്റ്റ് പാത്ത് ബേസ്ഡ് ഓൺ ദി വെയ്റ്റ്സ് ഓൺ ദി ആർക്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു വെയ്റ്റിൻ്റെ ബേസിൽ എന്ത് ചെയ്യും, അത് ഷോർട്ടസ്റ്റ് പാത്ത് കാൽക്കുലേറ്റ് ചെയ്യും. A serial connection between two routers is represented by pair of arcs, one in each direction. Okay, pair of arcs എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ ഡിന്ന് W1ലേക്ക് ഒരു ആരോ, ദെൻ എന്താണ് W1 തിരിച്ച് ഡിയിലേക്ക്, അതാണ് പറയുന്നത് pair of arcs. Their weights may be different. Okay, a multi-access network is represented by a node for the network itself plus a node for each router. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ LAN ആണെങ്കിലും WAN ആണെങ്കിലും അതൊക്കെ ഒരു നോഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. The arc from the network node to routers have weight and are omitted from the graph. Okay. ഇനി അടുത്തത് ഫിഗർ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫിഗർ എ. ഇത് ഫിഗർ എ. ഇത് ഫിഗർ എ ആണ്, ഇത് ഫിഗർ ബി ആണ്. അപ്പം ഇതിൻ്റെ ഈ ഒരു ഓട്ടോണോമസ് സിസ്റ്റത്തിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഫിഗർ ബിയിൽ കാണിച്ചിരിക്കുന്നത്. അതാണ് അവിടെ പറയുന്നത്. When Ospf fundamentally is represented the actual network as a graph like this and then compute the shortest path from every router to every other routers. Many of the autonomous systems in the internet are themselves large and non-trivial to manage. Open shortest path allows them to divide into number of areas where an area is a network or set of contiguous network. ഓക്കെ, അപ്പം അതായത് ഈ ഒരു ഓട്ടോണോമസ് സിസ്റ്റം, ഓക്കെ, ഈ ഒരു പിക്ചർ എടുക്കാം. ഈ ഒരു ഓട്ടോണോമസ് സിസ്റ്റം എന്ന് പറയുന്നത് അത് ഡിഫറെൻറ്റ് ഏരിയ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ AS1, AS2, ഇപ്പോൾ AS3, AS4 ഇതൊക്കെ ഓരോ ഓട്ടോണോമസ് സിസ്റ്റമാണ്. ഓക്കെ, മാം ഇത് കണ്ടോ, ഇത് ഒരു ഏരിയ ആണ്, ഇത് വേറൊരു ഏരിയ, ഇങ്ങനെ ഒരു ഓട്ടോണോമസ് സിസ്റ്റത്തിൽ തന്നെ എന്താണ് ചെറിയ ചെറിയ ഏരിയകളാക്കിയിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഏരിയകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഒരു ഏരിയനെ നമ്മൾ ബാക്ക് ബോൺ ഏരിയ എന്നാണ് പറയുക. ഈ ഒരു ഏരിയനെ നമ്മൾ ബാക്ക് ബോൺ ഏരിയ എന്ന് പറയും. ബാക്ക് ബോൺ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഏരിയകളും ഈ ഒരു ഏരിയ ആയിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഏരിയ ആയിട്ട് ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ ഒരു ഏരിയ ആയിട്ട് കണ്ടോ, ഇതിലേക്ക് കണക്ഷൻ ഉണ്ട്, ദെൻ ഇതിലേക്ക് കണക്ഷൻ ഉണ്ട്. ഓക്കെ, ദെൻ ഇവിടുന്ന് ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ട്. അപ്പം ഈ ഒരു ഏരിയനെ നമ്മൾ എന്ത് പറയും, ബാക്ക് ബോൺ എന്നാണ് പറയുക. ഓക്കെ, ബാക്ക് ബോൺ ഏരിയ എന്നാണ് പറയുക. അത് സാധാരണ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ഏരിയ 0 എന്നാണ്. ഓക്കെ, ഏരിയ 0 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഒരു ഓട്ടോണോമസ് സിസ്റ്റം തന്നെ എന്താണ് ചെറിയ ചെറിയ പാർട്ടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പാർട്ടിലും എന്തുണ്ടായിരിക്കും,
റൗട്ടേഴ്സും സിസ്റ്റംസൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ കണ്ടില്ലേ. ഓക്കെ, ബട്ട് ഈ ബാക്ക് ബോൺ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയക്ക് ബാക്കി എല്ലാ ഏരിയയുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ബാക്കി എല്ലാ ഏരിയയായിട്ട് കണക്ഷൻ വരുന്ന ഏരിയനെ നമ്മൾ എന്തെന്ന് പറയും? ബാക്ക് ബോൺ ഏരിയ എന്നാണ് പറയാം. ഓക്കെ, പിന്നെ വേറെ ഒന്ന് വരുന്നത് ബൗണ്ടറി റൗട്ടർ. ബൗണ്ടറി റൗട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് വേർഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ് ബൗണ്ടറി റൗട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റൗട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തേക്ക് അതിന് കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതാണ് ബൗണ്ടറി റൗട്ടർ എന്ന് പറയുന്നത്. ഈ ഒരു ബൗണ്ടറി റൗട്ടറിന് മൊത്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. ഔട്ട്സൈഡിലുള്ള എല്ലാ എന്തൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്ന ആൽഗോരിതംസ് എന്തൊക്കെയാണ്, അങ്ങനെ എല്ലാ ഒരു ഇൻഫർമേഷനും ഈ ബൗണ്ടറി റൗട്ടറിൻ്റെ അടുത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, ബാക്കി വരുന്ന ഇപ്പം ഈ റൗട്ടേഴ്സിനൊന്നും ആ ഒരു ഇൻറ്റീരിയർ പാർട്ട് മാത്രമേ അറിയുണ്ടാവുള്ളൂ, ഔട്ട്സൈഡ് അറിയുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ബൗണ്ടറി റൗട്ടറിന് എന്തുണ്ടായിരിക്കും? അതിനെ പറ്റിയിട്ടുള്ള എല്ലാ അറിവുണ്ടായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇതാണ് ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബാക്ക് ബോൺ ഏരിയ ആണ്. ബാക്ക് ബോൺ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ 0 ആണ്. ബാക്കി എല്ലാ ഏരിയയുമായിട്ട് അതിന് കണക്ഷൻ ഉണ്ടാവുമെങ്കിൽ അതിനെ ബാക്ക് ബോൺ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ദെൻ ബൗണ്ടറി റൗട്ടർ ഉണ്ടായിരിക്കും. ബൗണ്ടറി റൗട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഔട്ട്സൈഡ് ആയിട്ട് അത് കണക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ബൗണ്ടറി റൗട്ടർ എന്നാണ് പറയുക. ബൗണ്ടറി റൗട്ടറിന് എന്താണ്? എല്ലാ ഏരിയയായിട്ടും ഔട്ട്സൈഡ് ഏരിയ ആയിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കും. ദെൻ ബോർഡർ റൗട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ബോർഡർ റൗട്ടർ. ആ ഏരിയ ബോർഡർ റൗട്ടറിന് ബാക്കി എല്ലാ എന്താണ് അഡ്ജസൻ്റ് ആയിട്ടുള്ള എല്ലാ റൗട്ടേഴ്സുമായിട്ട് എന്തായിരിക്കും? കണക്ഷൻ ഉണ്ടായിരിക്കും. എല്ലാവരുമായിട്ട് ഒരു റൗട്ടറിന് ബാക്കി എല്ലാവരുമായിട്ട് എന്തായിരിക്കും? കണക്ഷൻ ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ബോർഡർ റൗട്ടർ എന്നാണ് പറയുക. ഓക്കെ, areas do not overlap but need not be exhaustive. That is, some routers may belong to no area. അങ്ങനെ പാടില്ല. ആൻഡ് ഏരിയ ഈസ് ജനറലൈസേഷൻ ഓഫ് എ സബ്നെറ്റ്. ഏരിയ എന്ന് പറയുന്നത് ഒരു സബ്നെറ്റിനെയാണ് കാണിക്കുന്നത്. ഔട്ട്സൈഡ് ആൻ ഏരിയ ഇറ്റ്സ് ടോപ്പോളജി ആൻഡ് ഡീറ്റെയിൽസ് ആർ നോട്ട് വിസിബിൾ. അപ്പോൾ ഒരു ഏരിയനെ പറ്റിയിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളൊന്നും ഔട്ട്സൈഡിലേക്ക് കിട്ടില്ല. എവറി ഓട്ടോണോമസ് സിസ്റ്റം ആസ് എ ബാക്ക് ബോൺ ഏരിയ called what? 0. Area 0. All areas are connected to backbone, possibly by tunnel. Tunnel എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലിങ്ക് ഇല്ലേ, അതിനെയാണ് പറയുന്നത്. So it is possible to go from any area in autonomous system to any other area in the autonomous system via the backbone. A tunnel is represented in the graph as arcs. അപ്പോൾ ആർക്ക് ഈ ടണൽ ഈ ലിങ്കിനെയാണ് എന്ത് ആർക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. A cost each router that is connected to or more arcs is part of the backbone. As with other areas, the topology of the backbone is not visible outside the backbone. Within an area, each router has same link state database and runs the same shortest path algorithm. അപ്പോൾ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്നത് എന്തായിരിക്കും? സെയിം ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതവും അതേ സെയിം ഡേറ്റാബേസും അത് യൂസ് ചെയ്യും. ഓക്കെ, its main job is to calculate the shortest path from itself to every other routers in the area. അപ്പോൾ ഒരു ഏരിയയിൽ തന്നെയുള്ള ബാക്കി എന്താണ് എല്ലാ ഇതായിട്ടുള്ള ഷോർട്ടസ്റ്റ് പാത്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഇൻക്ലൂഡിങ് ദി റൗട്ടർ ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ബാക്ക് ബോൺ ഓഫ് വിച്ച് ദർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 1. ഓക്കെ, അപ്പോൾ ഒരു ബാക്ക് ബോൺ ഏരിയയെങ്കിലും അവിടെ ഉണ്ടായിരിക്കണം. അത് ബാക്കിയുള്ള ഏരിയയുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. A router that connected to two areas needs the database for both areas and must run the shortest path algorithm for each one separately. Okay, a router that connect to two areas. അപ്പം 2 ഏരിയയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒന്ന് അതിനോടും ദെൻ വേറൊരു ഏരിയയിലേക്കും കണക്ട് ചെയ്തിരിക്കുന്ന റൗട്ടർ എന്ന് പറയുന്നത്
ടു ഏരിയാസ് നീഡ് ദി ഡേറ്റാബേസ് ഫോർ ബോത്ത് ഏരിയാസ്. ഓക്കെ, ഇപ്പോൾ രണ്ട് ഏരിയൻ്റെയും എന്ത് ചെയ്യും, ഡേറ്റാബേസ് അത് മെയിൻറ്റെയിൻ ചെയ്യും. ആൻഡ് ദി ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതം ഫോർ ഈച്ച് വൺ സെപ്പറേറ്റ്ലി. അപ്പം അപ്പോൾ ഒരു റൗട്ടർ മോർ ദാൻ വൺ ഏരിയ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താണ്, അതിന് അതിൻ്റേതായിട്ടുള്ള എന്തുണ്ടായിരിക്കും, ഡേറ്റാബേസും ഉണ്ടായിരിക്കും, അതിൻ്റെ ഡേറ്റാബേസും അതിൻ്റെ അൽഗോരിതം ഉണ്ടായിരിക്കും. ദെൻ പുറമെയുള്ള ഏത് ഏരിയ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ എന്താണ് ഡേറ്റാബേസും ഷോർട്ടസ്റ്റ് പാത്തും അൽഗോരിതവും ഉണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു റൗട്ടർ ഈ ഒരു ഏരിയയിലുള്ളതാണ്. ഇത് എന്താണ്, ഈ ഒരു ഏരിയ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡേറ്റാബേസും ഉണ്ടായിരിക്കും, പിന്നെ ഇതിൻ്റെ ഡേറ്റാബേസും ഉണ്ടായിരിക്കും, ഇതിൻ്റെ അൽഗോരിതം ഉണ്ടായിരിക്കും. ഈ ഏരിയയിൽ യൂസ് ചെയ്യുന്ന അൽഗോരിതം ഈ ഏരിയയിൽ യൂസ് ചെയ്യുന്ന അൽഗോരിതം അത് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അതാണ് പറയുന്നത്. During normal operation, 3 kinds of routers may be needed: intra-area, intra and inter-autonomous. Intra-area routers are the cases since the source router already knows the shortest path to the destination router. Inter-area routing always proceed in 3 steps. Go from the source to backbone. Go across the backbone to the destination area. ഓക്കെ, ഗോ ടു, അതാണ് ഇൻറ്റർ ഏരിയ റൗട്ടിംഗ്. ഇപ്പം വേറെ പുറത്തുള്ള ഏരിയ ആയിട്ട് കണക്ട് ചെയ്യുന്ന ആണെങ്കിൽ എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്? ഒന്ന് ഫസ്റ്റ് അത് സോഴ്സിൽ നിന്ന് നേരെ ബാക്ക് ബോണിലേക്ക് പോവും. ബാക്ക് ബോണിൽ നിന്ന് എന്ത് ചെയ്യും, ഗോ അക്രോസ് ദി ബാക്ക് ബോൺ ടു ദി ഡെസ്റ്റിനേഷൻ ഏരിയ. ഓക്കെ, ദെൻ ഗോ ടു ഡെസ്റ്റിനേഷൻ ഏരിയ. This algorithm forces a star configuration on open shortest with the backbone being the hub. അപ്പോൾ backbone എന്ന് പറയുന്നത് hub ആണ്, and other areas being spokes. Packets are routed from source to destination. Then okay, when routers boots, it is send hello message on all of its point-to-point lines and multicast from LANs to the group consisting of all other routers on WANs. ഓക്കെ, അപ്പം ഒരു റൗട്ടർ ബൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ഹലോ മെസ്സേജ് സെൻഡ് ചെയ്യും. എന്താണ്, അത് ഏതൊക്കെയായിട്ടാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതാണ് പോയിൻറ്റ് ടു പോയിൻറ്റ് ലൈൻസ് എന്ന് പറയുന്നത്. ആൻഡ് അത് പിന്നെ മൾട്ടികാസ്റ്റ് ചെയ്യും ദം ഓൺ ലാൻസ് ടു ഗ്രൂപ്പ് consist of all other routers on WANs. It needs some configuration information to know who to contact. From the response, each router learns who its neighbors are. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. Routers on the same LAN are all neighbors. Open shortest path first works by exchanging information between adjacent routers, which is not same as between neighboring routers. ഓക്കെ, അപ്പോൾ ഓപ്പൺ ഷോർട്ടസ്റ്റ് പാത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് അത് അതിൻ്റെ അഡ്ജസൻറ്റ് റൗട്ടേഴ്സിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത്. ഇൻ പർട്ടിക്കുലർ ഇറ്റ് ഈസ് ഇൻഎഫിഷ്യൻറ്റ് ടു ഹാവ് എവറി റൗട്ടർ ഓൺ എ LAN talk to every other router on the LAN. And to avoid this situation, one router is elected as designated router. It is said to be adjacent to all the other routers in the LAN and exchanging information with them. ഓക്കെ, അവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു റൗട്ടർ ഇപ്പം ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റൗട്ടറും എല്ലാവരുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു റൗട്ടറിനെ നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, ഒരു ഡെസിഗ്നേറ്റഡ് റൗട്ടറായിട്ട് സെലക്ട് ചെയ്യും. അതാണ് പറയുന്നത്. നൈബറിംഗ് റൗട്ടേഴ്സ് ദാറ്റ് ആർ നോട്ട് അഡ്ജസൻറ്റ് ഡു നോട്ട് എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ വിത്ത് ഈച്ച് അതർ. ബാക്കപ്പ് അപ്പം ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഡെസിഗ്നേറ്റഡ് റൗട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കി എല്ലാ റൗട്ടറുമായിട്ട് എന്തായിരിക്കും, കണക്റ്റ് ചെയ്തിരിക്കും. ഓക്കെ,
Neighboring routers that are not adjacent do not exchange information with each other. A backup designated router is always, ഒരു ബാക്കപ്പ് ആയിട്ട് ഒരു ഡെസിഗ്നേറ്റഡ് റൗട്ടർ എപ്പോഴും വെച്ചിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒറിജിനൽ ഡെസിഗ്നേറ്റഡ് റൗട്ടറിന് എന്തെങ്കിലും പ്രോബ്ലം, അത് ക്രാഷ് ആയി കഴിഞ്ഞാലൊക്കെ അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ബാക്കപ്പ് ഉണ്ടായിരിക്കും. ഡ്യൂറിങ് നോർമൽ ഓപ്പറേഷൻ cache router each router periodically floods link state update message to each of its adjacent routers. This message gives its state and provides the cost used in the topological database. ഇതൊക്കെ നമ്മൾ ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിംഗ് അൽഗോരിതത്തിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഒരു അപ്ഡേറ്റ് ലിങ്ക് സ്റ്റേറ്റ് അതിൻ്റെ ഒരു കോമൺ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ലിങ്ക് സ്റ്റേറ്റ് അപ്ഡേറ്റ് മെസ്സേജ് ടു അതിൻ്റെ അഡ്ജസൻറ്റ് റൗട്ടേഴ്സിലേക്ക് സെൻഡ് ചെയ്യും. ദിസ് മെസ്സേജ് ഗിവ് ഇറ്റ് സ്റ്റേറ്റ് ആൻഡ് അതിൻ്റെ അത് ആക്റ്റീവ് ആണോ അതിനുള്ള ആ ഒരു മെസ്സേജ് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ് എത്രയാണ് എന്നുള്ളതും കിട്ടും. ദി ഫ്ലഡിംഗ് മെസ്സേജസ് ആർ അക്നോളജ്ഡ് ടു മേക്ക് ദം റിലയബിൾ. ഈച്ച് മെസ്സേജ് ഹാസ് എ സീക്വൻസ് നമ്പർ. ഓരോ മെസ്സേജിനും സീക്വൻസ് നമ്പർ ഉണ്ടായിരിക്കും. സോ എ റൗട്ടർ ക്യാൻ സീൻ വെദർ ആൻഡ് ഇൻകമ്മിങ് ലിങ്ക് അപ്ഡേറ്റ്, അതായത് ഒരു സീക്വൻസ് നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ സീക്വൻസ് നമ്പർ നോക്കിയാൽ മനസ്സിലാവും ഇത് ഓൾഡർ വൺ ആണോ ന്യൂ വൺ ആണോ, ഏത് ലിങ്ക് സ്റ്റേറ്റ് അപ്ഡേറ്റ് ഇപ്പോൾ കിട്ടിയ മെസ്സേജ് എന്ന് പറയുന്നത് ന്യൂ ആണോ അല്ലെങ്കിൽ ഓൾഡ് ആണോ എന്ന് അതിന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ കോമൺലി യൂസ് ചെയ്തിട്ടുള്ള മെസ്സേജുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹെലോ യൂസ്ഡ് ടു ഡിസ്കവർ ഹൂ നൈബേഴ്സ് ആർ. ഹലോ മെസ്സേജ് ആരൊക്കെയാണ് നൈബേഴ്സ് എന്ന് പറയുന്നത്. ലിങ്ക് സ്റ്റേറ്റ് അപ്ഡേറ്റ് പ്രൊവൈഡ്സ് സെൻഡേഴ്സ് കോസ്റ്റ് ടു ഇറ്റ്സ് നൈബേഴ്സ്. അപ്പോൾ അതിലേക്ക് എത്താനുള്ള എത്രയാണോ ആ ഒരു കോസ്റ്റ് അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ലിങ്ക് സ്റ്റേറ്റ് അപ്ഡേറ്റ്. ലിങ്ക് സ്റ്റേറ്റ് acknowledgement link state update. Then database description announces which updates the sender has. Then link state request information from the partner. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ വി ക്യാൻ പുൾ ഓൾ ദി പീസസ്. ഇപ്പം ഫൈനലി അവസാനം നമ്മളെല്ലാ പീസസും കുറേ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ ഒരുമിച്ച് കൊണ്ടുവരും. യൂസിങ് ലൂപ്പിംഗ് ഈച്ച് റൗട്ടർ ഇൻഫർമേഷൻ all the other routers in the area of its neighbors cost. Okay, this information allows each router to construct the graph for its areas. ഓക്കെ, ഈ ഇപ്പം അതിനെ ഒരുമിച്ച് കൊണ്ടുവന്നു. ദെൻ അപ്പം അതിൻ്റെ നൈബറിങ്ങിൻ്റെ എത്രയാണ് കോസ്റ്റ് എന്നൊക്കെ അതിന് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് കമ്പ്യൂട്ട് ദി ഷോർട്ടസ്റ്റ് പാത്ത്. എന്താണ് ഷോർട്ടസ്റ്റ് പാത്ത് എന്നുള്ളത്. ദി ബാക്ക് ബോൺ ഏരിയ ഡസ് ദിസ് ടു. ഇൻ അഡീഷൻ ദി ബാക്ക് ബോൺ റൗട്ടേഴ്സ് accept information from the area border router in order to compute the best route from each backbone router to every other router. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മൊത്തം ആരാണ്? ബാക്ക്ബോൺ റൗട്ടറാണ്, ബാക്ക്ബോൺ ഏരിയ ആണ്. ദെൻ ബാക്ക്ബോൺ ഏരിയ വേറൊരു കാര്യം കൂടെ ചെയ്യും. അതായത് ഇതിൽ ബാക്ക്ബോൺ റൗട്ടേഴ്സ് ആക്സെപ്റ്റ്, അതായത് ബാക്ക്ബോൺ ഏരിയയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്ക്ബോൺ റൗട്ടർ ഉണ്ടല്ലോ അതെന്ത് ചെയ്യും? ബോർഡർ റൗട്ടർ ഇൻഫോർമേഷൻസ് ആക്സസ് ചെയ്യും. ആക്സെപ്റ്റ് ഇൻഫോർമേഷൻ ഫ്രം ദി ഏരിയ ബോർഡർ റൗട്ടർ ഇൻ ഓർഡർ ടു കമ്പ്യൂട്ട് ദി. എന്തിനാണ് ഏരിയ ബോർഡർ റൗട്ടറിന് ഏതിലേക്കാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത്, അത് ബാക്ക് ബോണിൽ നിന്ന് ഏത് വഴി പോയി കഴിഞ്ഞാലാണ് അതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്തായിട്ട് ആ ഒരു ഏരിയയിലുള്ള എത്തുക, ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്തിൽ റീച്ച് ചെയ്യുക എന്നുള്ളത് അവിടുന്ന് ബാക്ക് ബോൺ റൗട്ടർ ടു എവരി അതർ റൗട്ടർ. ഓക്കെ, അതിന് കിട്ടും. ദെൻ അതിൽ നിന്ന് ബാക്കി എല്ലാ റൗട്ടേഴ്സിലേക്കും ആ ഇൻഫോർമേഷൻസ് അത് പാസ് ചെയ്യും. This information is propagated back to area's border router, which advertise it with their area using this information. A router about to send an inter-area packet can select the best existing router to the backbone. Okay.